നമസ്കാരം. നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഫസർ ഉണ്ട്, പ്രൊഫസർ ഒട്സുക്ക. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പോകുന്ന സമയത്ത് സാധാരണയായിട്ട് ഇതിൻ്റെ അടുത്ത് നമ്മുടെ തക്കേഹര ഓഫീസിൻ്റെ മെയിൻ ഓഫീസിൻ്റെ അടുത്തായിട്ട് കുറച്ച് ബേർഡ് വാച്ചിങ്ങിൻ്റെ കുറച്ച് സ്പോട്ടുകളുണ്ട്. അതായത് ഈ മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന കിളികളൊക്കെ വന്നിരിക്കുന്ന ചില സ്പോട്ടുകളുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഒരു ആഴ്ചയ്ക്ക് 3-4 ദിവസം ഞങ്ങൾ രാവിലെ പോകുന്ന സമയത്ത്, രാവിലെ നമ്മളൊരു 8 മണിയെല്ലാം ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പം അങ്ങനെ പോയി നമ്മൾ ആ ഒരു സ്പോട്ടിൽ പോയി ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫീസിലേക്ക് പോവുക. അപ്പം അങ്ങനെ പലപ്പോഴും പല മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റാറുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ അതേപോലെ അത്തരത്തിലുള്ളൊരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഗിയേഴ്സ് ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ക്യാമറ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ട്രൈപോഡ് ഉണ്ടാവും, അതുപോലെ ക്യാമറ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. നിക്കോണിൻ്റെ ഫുൾ ഫ്രെയിം ക്യാമറയാണ്. D810 എന്ന് പറയുന്ന മോഡലാണ്. 200 to 500 ലെൻസാണ്, നിക്കോണിൻ്റെ ലെൻസാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളിവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നേക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മൾ പുറത്തെത്തി. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ്, ഇവിടെ ആണ് ഇങ്ങനെ പക്ഷികൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബ്രിഡ്ജ് പോലെയുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം കടലാണ്. അപ്പോൾ ഈ കടലിന് വേലിയേറക്ക സമയങ്ങളിൽ വെള്ളം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ചാനലുകളൊക്കെ ഉണ്ട് അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒട്ടനവധി പക്ഷികൾ ഇങ്ങനെ പല സീസണിലും വന്നിരിക്കുന്ന ഒരു സ്പോട്ടാണ്. അവരിവിടെ വന്നിരുന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇന്ന് 1-2 മൈഗ്രേറ്ററി ഡക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് ബേർഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ആക്ച്വലി എനിക്ക് ബേർഡ് വാച്ചിങ് എന്നതിലുപരി ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ആണ്, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ബേർഡ് വാച്ചിങ്ങിന് വരുന്നത്. കാരണം ഏതൊരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു നാച്ചുറലിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാ സാധാരണ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ പൂക്കളുടേത്, അതുപോലെ തന്നെ പക്ഷികളുടേതും പൂമ്പാറ്റകളുടെ ഒക്കെ ചിത്രങ്ങൾ പകർത്താനാണ്. ആ ഒരു പാഷൻ, ഫോട്ടോസ്, നമ്മളെ ലൈവായിട്ടുള്ള അല്ലെങ്കിൽ മോഷൻ പിക്ചേഴ്സ്, ചില ആനിമൽസ്. ഇപ്പം ഇതിന്റെ മറ്റൊരു സ്ഥലമുണ്ട്, അവിടെ ഈ ഫിഷിന്റെ ജമ്പിങ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ നമ്മുടെ നാട്ടിൽ മാലാൻ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള മത്സ്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന കാണാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പാരസൈറ്റിന്റെ ലോഡ്, പാരസൈറ്റ് ഒക്കെ ഉള്ള സമയത്ത്, ശരീരത്തിലുള്ള സമയത്ത് ഇതിന്റെ ആ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ജമ്പ് ചെയ്യുന്ന ആവാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഓക്സിജന്റെ കുറവ് വരുന്നുണ്ട് ജമ്പ് ചെയ്യുന്നതാവാം. അത്തരത്തിലുള്ള ആ ഒരു ജമ്പിങ് ബിഹേവിയർ ഇവിടെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഫിഷ് ഒക്കെ ജമ്പ് ചെയ്യുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു കറക്റ്റ് ആ ഫ്രെയിമിൽ കുറെ നേരം വെയിറ്റ് ചെയ്യണം, എങ്കിൽ പോലും നമുക്ക് അത് നല്ലൊരു അത്തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതേപോലെ ബേർഡിന്റെ ഫ്ലൈറ്റ്, അത്തരത്തിലുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്, അത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കൂട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന പോലെ അതേസമയം നമ്മുടെ പ്രൊഫസർ അങ്ങനെ ഫോട്ടോഗ്രാഫി അല്ല, ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ബേർഡ് വാച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് സാറ്റർഡേ സൺഡേ എല്ലാം പോയിട്ട് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയിട്ട് കൃത്യമായിട്ട് ഇത്തരത്തില് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഇവർ പോകും. അപ്പം ഞാനും ചില ദിവസങ്ങളിൽ പോകാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം നോക്കാം, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഇവിടെ രാവിലെ തന്നെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ടാണ് ഈ സൗണ്ടിൽ ഒരു ചെറിയ പതർച്ച. എല്ലാവരും ക്ഷമിക്കുക. അപ്പം ആ ഒരു സൈഡിൽ നമുക്കിതുപോലെ താറാവുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും.
ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഫോട്ടോസ് പകർത്തുന്ന ചില ഏരിയകളാണ്. ഇപ്പോൾ ഇവിടെ കണ്ട, അപ്പോൾ ഇവിടെ ഇതേപോലെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ കാടുകൾ ഇവിടെ എല്ലാ ഏരിയയിലും. ജപ്പാന്റെ ഒരു ഭൂപ്രകൃതി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള കാടുകളാണ്. സൈഡിൽ കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചില ഏരിയയിൽ നമുക്ക് ഇതുപോലെ ബേർഡ് വാച്ചിങ്ങിന് പറ്റിയതുണ്ട്. ഇതൊരു വെള്ളക്കെട്ടാണ്. ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഇവിടെയാണ് മെയിനായിട്ട് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പം ലൈറ്റ്, സൂര്യൻ പ്രകാശം ഭയങ്കര ഇതാണ്. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് അങ്ങ് ദൂരെ കുറെ താറാവ്, വിസിലിംഗ് ഡക്സ് എന്ന് പറയും. അപ്പോൾ അങ്ങ് ദൂരെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ദൂരെയാണ്, അങ്ങ് അകലെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്താൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്ക് നോക്കാം. ഇവിടെ ഇത്ര കുറേ ചെറിയ ഡക്കുകൾ കാണാം. അപ്പം അത് നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം ഇതിൽ. അല്ലാതെ ഇതിൽ നമുക്ക് അങ്ങനെ വീഡിയോ ക്യാമറയിൽ അത്ര നന്നായിട്ട് കാണില്ല. അതുപോലെ അവിടെ കുറച്ച് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള വളരെ ചെറുതായിട്ടുള്ള കിങ് ഫിഷേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. നല്ല വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് രാവിലെ. പക്ഷേ എങ്കിലും നമ്മൾ ഈ രാവിലെ ഇങ്ങനെ വന്ന് നമ്മുടെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓഫീസിലെത്തും എന്ന് പറഞ്ഞല്ലോ. അപ്പം രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീറ്റ്, തണുപ്പാണെങ്കിലും എണീറ്റ് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെയുള്ള ബേർഡ് വാച്ചിങ്ങിന് വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ഇവിടെ ജപ്പാനിലെ പ്രായഭേദമന്യേ എല്ലാ ആളുകളും ഇത്തരത്തിൽ ബേർഡ് വാച്ചിങ് പരിപാടിയായിട്ട് ഇറങ്ങാറുണ്ട്. കാരണം അതായത് ഇവർ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്രയോ സ്റ്റെപ്പ്, അതായത് നമ്മൾ വാക്കിംഗ്, നമ്മൾ രാവിലെ നടക്കാൻ പോകും എല്ലാ ആൾക്കാരും. അപ്പോൾ ഈ നടക്കാൻ പോകുന്നത് നടക്കാൻ ഒരു ദിവസം പോകും, 2 ദിവസം പോകും, പിന്നെ നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് കളയും. അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, നമുക്ക് ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റി, ഒരു ഗെയിം കളിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാം, നമ്മുടെ ബേർഡ് വാച്ചിങ്, ഫോട്ടോഗ്രാഫി, ഇതിനു വേണ്ടി എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ എത്ര ദൂരം നടക്കാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് കലോറീസ്, ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ നിന്ന് കത്തിപ്പോകുന്നുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ കണ്ടുകൊണ്ടാണ് പല ആൾക്കാർ, നമ്മുടെ പ്രൊഫസർ പറയും, ഞാൻ വരുന്നത് വേറൊന്നും കൊണ്ടല്ല, ബേർഡ് വാച്ചിങ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത കലോറീസ് ഇങ്ങനെ കത്തിച്ച് കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊരു എക്സസൈസ് കൂടിയാണ്. അപ്പം ആ രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇത്തരത്തിലുള്ള ബേർഡ് വാച്ചിനെയൊക്കെ കാണുന്നത്. കാരണം നമ്മളല്ലാതെ വെറുതെ നമ്മൾ രാവിലെ എണീറ്റ് വാക്കിങ്, അല്ലെങ്കിൽ ആ ഒരു 2 ദിവസം പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ 2 പ്ലോവർ, അതായത് ലോങ് ബിൽഡ് പ്ലോവർ ആണെന്ന് തോന്നുന്നു, 2 ബേർഡ് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കല്ലിൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജാപ്പനീസ് വാക്ടെയിൽ എന്ന് പറയുന്ന ഒരു വെള്ള കളറിലൊരു പക്ഷി. അപ്പോൾ അത് 2 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അത് 2 സൈഡിലേക്ക് പറന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമുക്കത് ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ നോക്കട്ടെ, ഫോട്ടോസ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ഡക്സിൻ്റെയൊക്കെ ഫ്ലൈറ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു കറക്റ്റ് നല്ല വെയിറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ഇതാണ്. നമുക്ക് അങ്ങനെ നല്ലൊരു ക്ലിക്ക് കിട്ടിക്കഴിയുമ്പോൾ, ഫോട്ടോസ് കിട്ടിക്കഴിയുമ്പോൾ, എന്തായാലും ഇത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ ആ ഫോട്ടോ ഇതിലേക്ക് ഷെയർ ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം ചിലതത്ര നന്നായിട്ടില്ല, എങ്കിലും കുറച്ച് ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. അവിടെ വേറെ എന്തോ ഒരു ബേർഡും കൂടെ കാണുന്നുണ്ട്. ജസ്റ്റ് അത് മൂവ് ചെയ്യുന്നതാണ്. മറ്റേ കുറച്ച് ഡക്സാണത്. ഓക്കെ, എന്തായാലും ഈ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. ആ ബേർഡ് ഇങ്ങനെ പറന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിബിംബം നമ്മൾ ആ വെള്ളത്തിൽ ഷാഡോ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ പല ഷോട്ട്സ് ഉണ്ട്. നമുക്ക് അത്ര നന്നായിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക, ഒരുവിധം കുഴപ്പമില്ലാതെ 2-3 ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട്.
ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മത്സ്യങ്ങൾ ജമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ക്യാമറയിൽ പകർത്തുക എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. എത്രയോ മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ വിസ്ലറിംഗ് ഡക്ക്. ഇത് ഏതൊരു 30-ലധികം സ്പീഷീസ് ജപ്പാനിലുണ്ടെങ്കിലും ഇത് സ്ഥിരമായിട്ട് ഇവിടെ കാണുന്നൊരു സ്പീഷീസാണ്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെയുള്ള ചെറിയ ജലാശയങ്ങളിലൊക്കെ ഇവർ കൂട്ടത്തോടെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ഇവരുടെ ഭയങ്കരമായിട്ട് ഉള്ള ഒരു മൈഗ്രേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ജപ്പാനിലുള്ള ആളുകൾ, ഈ കുട്ടികളായാലും ശരി വലിയ ആൾക്കാരായാലും ശരി, അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ ബേർഡ് വാച്ചിങ് പോലെയുള്ള പരിപാടികൾ ഭയങ്കരമായിട്ട് അവർ എൻകറേജ് ചെയ്യാറുണ്ട്. ഇപ്പം ശനി ഞായറൊക്കെ ആണെങ്കിൽ കുട്ടികളെയും കൂട്ടിയിട്ട് അവർ പുറത്തു പോകും. അതുപോലെ ടെൻ്റ് അടിച്ച് അവിടെ താമസിച്ച് പിന്നെ എല്ലാവരുടെയും കയ്യിലും ഒരു ക്യാമറ ഉണ്ടാവും. അതൊരു ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചെറിയ കുട്ടികളാണെങ്കിൽ ശരി വലിയ ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവരെല്ലാം ആ ഒരു ബേർഡ് വാച്ചിങ്ങിന് ഇഷ്ടം പോലെ ആൾക്കാർ, അതിനുവേണ്ടി ഇഷ്ടം പോലെ അവർ പൈസ സ്പെൻഡ് ചെയ്തു. അറ്റ്ലീസ്റ്റ് ഒരു മറ്റേ നിക്കോണിൻ്റെ കൂൾ പിക്സ് എന്നൊക്കെ പറയുന്ന മോഡലുണ്ട്. അത് അത്യാവശ്യം അങ്ങനെ ഓട്ടോമാറ്റിക് അപ്പർച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാമറയാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പെൻസ് ഇല്ലാതെ ഇവിടുന്ന് യൂസ്ഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ആൾക്കാർ ഇത്തരത്തിൽ ബേർഡ് വാച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയവും ഇതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോർമറൻ്റ് ഫിഷിങ്ങിൽ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കോർമറൻ്റ് എന്ന് പറഞ്ഞ ബേർഡ് ഇവിടുന്ന് കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു ഇതാണ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോസ് എടുക്കണം, നോക്കാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതാണ്ട് സമയം 8:45. അപ്പം ഓഫീസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ നിരവധി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ജപ്പാനിലെ ലൈഫ്, അതുപോലെ ഇവിടെയുള്ള ക്ലാസ്സും കാര്യങ്ങളും, അത്തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടീച്ചിങ് മെത്തഡോളജി, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യവും ഈ രാജ്യവും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പോപ്പുലേഷനൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഏതാണ്ട് ഒരു 10-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു ധാരണയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു വീഡിയോസ് ചെയ്തിട്ട് അതിനൊരു റെസ്പോൺസ് ഉണ്ടാകുക, പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു റെസ്പോൺസ് ഉണ്ടാകുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അത്തരം ആളുകളിൽ അവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അവരുടെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ റെഫർ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളോട് അത് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി മെയിൻ ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോളിലാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ലോങ് ടേം ഗോളാണ്. അപ്പം ആ ഒരു ഗോളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി മൊത്തം വർക്ക് ചെയ്യുന്നത് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ നമ്മൾ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വർക്ക് ചെയ്യുന്നത് ഗോൾ നമ്പർ 14-ലാണ്. അതായത് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ലൈഫ് അണ്ടർ വാട്ടർ, ആ ഒരു കൺസെപ്റ്റിലാണ്.
അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാറും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെമിനാറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി എന്ന നിലയിലാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലും ഇതേപോലെ ഇപ്പം ജപ്പാനിലാണ് നമ്മുടെ ഹിരോഷിമ യൂണിവേഴ്സിറ്റി മുഴുവൻ റൺ ചെയ്യുന്നത് സോളാർ പവറിലാണ്. അതായത് കാർ പോർച്ചിലും ഞാൻ മുമ്പ് പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം കാർ പോർച്ച്, സോളാറിൻ്റെ കാർ പോർച്ച്, അതുപോലെ തന്നെ നമ്മുടെ റൂഫ് ടോപ്പിൽ ഇത്തരത്തിൽ എനർജി, റിന്യൂവബിൾ എനർജി പരമാവധി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ രാജ്യവും കേരളവും അല്ലെങ്കിൽ ഇന്ത്യയും കേരളവും ഒക്കെ ഈ ഇത്തരത്തിൽ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ഈ റിന്യൂവബിൾ എനർജി എന്താണെന്നും ഈ നമ്മുടെ ഒരു സോളാർ പ്രോജക്റ്റ് എന്താണെന്നും വിവിധ തരത്തിലുള്ള സോളാർ പ്രോജക്റ്റ് എന്താണെന്നും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പോൾ ഇന്ന് നമ്മുടെ സോളാർ പ്രോജക്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് എന്താണ് പ്രോജക്റ്റ് എന്ന് അറിഞ്ഞിട്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇത് കൂടാതെ നമ്മുടെ സയൻറ്റിഫിക് വേൾഡിൽ നടക്കുന്ന പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സാധാരണ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ദയവേത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇഷ്ടമാവുന്ന വീഡിയോസ് മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇനിയും മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.